मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നിങ്ങൾ റെഡി അല്ലേ അച്ഛാ ബച്ചോ ദേഖിയേ സഹി മിലാൻ കരേ എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേരുംപടി ചേർക്കാം ചേരുംപടി ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ 3 മാർക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റെഡി അല്ലേ അച്ഛാ ബച്ചോ ദേഖിയേ നോക്കാം 2 കോളം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാഷിന് എന്ത് ചെയ്യുന്നു എ ഓർ ബി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾ കൃത്യമായി ശ്രദ്ധിച്ചോളൂ താഴെ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ വാക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം വർഷ് സുദൂർ അവസർ ഓർ പ്രദേശ് ഓർ പ്രതീക്ഷ ഓർ ടൂണ്ട് അല്ലേ ഇതിന് ഓപ്പോസിറ്റ് ഇത് സമാന അർത്ഥങ്ങൾ വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ മാഷ് എന്ത് ചെയ്യുന്നു ഒരു കോളും കൂടി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു വരക്കുന്നു റെഡിയല്ലേ മക്കളെ യെസ് അപ്പോൾ ഒരു കോളും കൂടി മാഷ് എന്ത് ചെയ്തു അഡീഷണൽ ആയിട്ട് വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നമുക്ക് എന്ത് ചെയ്യണം ഓരോ കോളം അഡീഷണൽ ആയി വരച്ചു അല്ലേ നമുക്ക് എന്താണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് മാഷ് എന്ത് ചെയ്തു വരച്ചു അപ്പോൾ നമ്മൾ ആദ്യം വർഷ് എന്നതിന് സമാനമായിട്ട് വരുന്നത് എന്താണ് ബറസ് എന്നുള്ളത് അതെന്താണ് അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണ് ശരിയാണ് അപ്പോൾ നമ്മൾ മാഷ് ഒരു ടിക്ക് ഇട്ടിട്ടുണ്ട് ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് സുദൂർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ വർഷ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം മഴ അല്ലേ ബർഷ് എന്ന് പറഞ്ഞാൽ മഴ ബറസ് അല്ലേ ബറസ് എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്താണ് പഠിച്ചതാണ് ഇനി എന്താ വരുന്നത് സുദൂർ അല്ലേ സുദൂർ എന്ന് പറഞ്ഞാൽ ദൂരം അല്ലേ ഡിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം അതിന് സമാനമായിട്ട് വരുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് എന്താണ് വരുന്നത് ദൂർദറാസ് അല്ലേ ദൂർദറാസ് അപ്പം നമുക്ക് എന്ത് ചെയ്യുക അത് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി മക്കളെ അത് ഇങ്ങോട്ട് രണ്ടാമത്തെ ഈ കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി എടുത്തെഴുതിയാൽ മതി അല്ലേ അപ്പോൾ ദൂർദറാസ് അല്ലേ നമ്മൾ എന്ത് ചെയ്തു അതെന്ത് ചെയ്തു ഇങ്ങോട്ട് എടുത്തെഴുതി അപ്പോൾ ക്ലിയർ അല്ലേ അപ്പോൾ അത് റെഡി ഇനി മൂന്നാമതായിട്ട് വരുന്നത് അവസർ അല്ലേ എന്താ അവസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി അല്ലേ അവസർ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അതിന് സമാനമായിട്ട് വരുന്നത് ഏതാണ് മക്കളെ അവസർ എന്നുള്ളതിന് അവസറിൻ്റെ മറ്റൊരു അർത്ഥമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ മൗക്ക അല്ലേ ക്ലിയർ അല്ലേ റെഡി അല്ലേ യെസ് അതും സെറ്റായല്ലോ ഇനി നമുക്ക് വരുന്നത് പ്രദേശ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രദേശം തന്നെ അതിൻ്റെ മീനിങ് വരുന്നത് ഇനി അതിന് സമാനമായിട്ട് വരുന്നത് ഏതാ മക്കളെ യെസ് ഏതാണ് ഇലാക്ക അല്ലേ ഇലാക്ക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു അല്ലേ ഇലാക്ക ക്ലിയർ ആണോ അത് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് യോജിപ്പിച്ചു ഇനി നമുക്ക് വരുന്നത് എന്താ പ്രതീക്ഷ അല്ലേ പ്രതീക്ഷ വെയിറ്റിംഗ് അല്ലേ വെയിറ്റ് ചെയ്തൊക്കെ നമ്മൾ ഇരിക്കുന്നതിനാണ് പ്രതീക്ഷ എന്നെന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അതിൻ്റെ മറ്റൊരു അർത്ഥം വരുന്നത് ഏതാ ഇൻതിസാർ അല്ലേ ഇൻതിസാർ അതെന്ത് ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു എഴുതി കൊടുക്കുന്നു ഇൻതിസാർ കിട്ടിയല്ലോ ഇനി നമുക്ക് ഒന്നും കൂടിയാണ് കിട്ടാനുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ടൂണ്ട് എന്നുള്ളതിന് നമ്മൾ സെർച്ച് എന്നുള്ളതിന് നമ്മൾ മറ്റൊരു മീനിങ് അതേ മീനിങ് വരുന്നത് ഏതാ തലാഷ് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കുന്നു ക്ലിയർ ആണോ മക്കളെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം യെസ് ഇത്തരത്തിൽ ഉത്തരം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കണം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം നേടാം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരു ചോദ്യം ഈ വരുന്ന പബ്ലിക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യൂലേ റെഡി അല്ലേ മക്കളെ എൻ്റെ എല്ലാ മക്കളും സെറ്റ് അല്ലേ എല്ലാ മക്കളും അപ്പോൾ സെറ്റ് ആണല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ